ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇരവിപുരം സർക്കിളിന്റെ നേതൃത്വത്തിൽ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിച്ചു. കൊല്ലം ടി.ബി. സെന്റർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫുഡ് സേഫ്റ്റി സർക്കിൾ ഓഫീസിൽ നടന്ന മേളയിൽ നിരവധി പേർ രജിസ്ട്രേഷൻ നടത്തി. സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരം എന്ന ആപ്തവാക്യത്തോടെയാണ് ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിച്ചത്. 12, 13 തീയതികളിലായി നടന്നുവന്ന ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ മേള നിരവധി പേരാണ് പ്രയോജനപ്പെടുത്തിയത്. 10 ലൈസൻസുകളും 50ഓളം രജിസ്ട്രേഷനുകളും ഭക്ഷ്യസംരംഭകർ മേഖലയിൽ ഇതുവരെ നേടിയിട്ടുണ്ട്. ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കാത്തത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം സെക്ഷൻ 63 പ്രകാരം 10 ലക്ഷം രൂപ പിഴ ഈടാക്കുന്ന തരത്തിലുള്ള കുറ്റകരമായ കാര്യമാണ്. ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കാതെ കച്ചവടം നടത്തുന്നവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യുമെന്നും ഫുഡ് സേഫ്റ്റി കൊല്ലം നോഡൽ ഓഫീസറായ അനീഷ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ ഭക്ഷ്യ സംരംഭകരും അവരുടെ വിറ്റുവരുമാനം അനുസരിച്ച് ലൈസൻസോ രജിസ്ട്രേഷനോ കരസ്ഥമാക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈസൻസോ രജിസ്ട്രേഷനോ പരിശോധിക്കുന്നതിനായി 12-ാം തീയതി ഇരവിപുരം സർക്കിൾ കേന്ദ്രീകരിച്ച് 3 സ്ക്വാഡുകളിലായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിന്റെ ഫലമായി നമ്മൾ 2 ദിവസങ്ങളിലായി അക്ഷയ കേന്ദ്രവുമായി ചേർന്ന് ലൈസൻസ് രജിസ്ട്രേഷൻ മേള ഇരവിപുരം സർക്കിളിൽ നടത്തി വരുന്നു. അതിൽ നമുക്ക് ഏകദേശം 10ഓളം ലൈസൻസുകളും 50ഓളം രജിസ്ട്രേഷനുകളും ഇതുവരെ ഭക്ഷ്യ സംരംഭകർ നേടിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഈ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിക്കുകയും അതേപോലെ തന്നെ ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കാത്ത ആൾക്കാർക്ക് നമ്മൾ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം സെക്ഷൻ 63 പ്രകാരം, അതായത് 10 ലക്ഷത്തോളം പിഴ ഈടാക്കാവുന്ന തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള കാര്യമാണ് ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കാതെ കച്ചവടം അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണ വിപണന ഉൽപാദനം നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായും നോഡൽ ഓഫീസറായ അനീഷ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.